ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പൊങ്കാലയ്ക്കുള്ള ടീം അംഗങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഞങ്ങൾ 10:30 പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇപ്പോൾ 10:35 ആയി കഴിഞ്ഞു. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി പൊങ്കാല. എൻ്റെ വകയായിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ വകയായിട്ടും റിലേറ്റീവ്സിൻ്റെ വകയായിട്ടും എല്ലാവർക്കും ഒരു ഹാപ്പി പൊങ്കാല. ഹായ്, ഹാപ്പി പൊങ്കാല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഏതൊരു ശുഭകാര്യം നടക്കുന്നതിന് മുമ്പേ നമ്മൾ ഗണപതിക്ക് പടുക്ക വയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവൽ, പൊരി, പഴം, വിളക്ക് എല്ലാം കത്തിച്ച് വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടുമുറ്റത്തെ പൊങ്കാലയുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. കാരണം ഞങ്ങൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് സാരിയൊക്കെ ഉടുത്ത ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10:45 ഇപ്രാവശ്യം പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പിനായി നമ്മൾ കാത്തിരിക്കുവാണ്. 2:30 പൊങ്കാല നിവേദ്യവും അങ്ങനെയാണ്. ആദ്യം പറഞ്ഞിരുന്ന അവർ 10:30 പക്ഷേ ഇപ്രാവശ്യം 10:45 അടുപ്പിൽ തീ കൊളുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും തീ കത്തിക്കുവാണ്. അപ്പോൾ പൊങ്കാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുമ്പേ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചഭൂതാത്മകമായ ശരീരത്തെ ദേവിയായ പരമാത്മാവിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം, ശരീരം, അഹംബോധം മനസ്സ് തിളച്ച് ആത്മാവ് നെയ്യ് ശർക്കരയുമായി പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരമാവുന്നു. ഇതാണ് പൊങ്കാല. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഞാനൊരു വെള്ള പൊങ്കാല ഇട്ടു. കാരണം എൻ്റെ ഒരു കസിൻ ഡോട്ടർ എൻ്റെ കൂടൊപ്പം പൊങ്കാല ഇടാനായിട്ട് എനിക്കെപ്പോഴെല്ലാം സൗകര്യമുണ്ടോ അവൾക്കെപ്പോഴെല്ലാം സൗകര്യമുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ കൂടാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് പെട്ടെന്ന് അടുപ്പ് കൂട്ടി ഒരു പൊങ്കാല കൂടെ അങ്ങ് ഞാൻ വെച്ചു. അതാണ് ഇത്. വെള്ളച്ചോറാണ് ദേവിക്ക് ഞാൻ വെച്ചത്. പൊങ്കാല എന്നല്ല അതിന് പറയുക, വെള്ളച്ചോറ് എന്നാണ് പറയുക. അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ പൊങ്കാല ഇങ്ങനെ തിളച്ച് മറിയുക എന്നൊക്കെ പറയും കേട്ടോ. കിഴക്കോട്ട്, വടക്ക് കിഴക്കോട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളതെല്ലാം തിളച്ച് മറിഞ്ഞത് കേട്ടോ. അതാണ് അത്യുത്തമം, ഉത്തമം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പിന്നെ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അത് എങ്ങനെയെന്നാൽ ശരിക്കും തോറ്റം പാട്ടുകാർ കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്രീകോവിലിൽ നിന്നും തീ പകർന്നിട്ട് മേൽശാന്തി ക്ഷേത്ര തിടപ്പള്ളികളിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കും. അതിനുശേഷം മാത്രമേ സഹമേൽശാന്തിക്ക് കൈമാറുകയുള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് സഹമേൽശാന്തി ഭണ്ഡാര അടുപ്പിൽ തീ കത്തിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ തീ പകരുന്നത് എന്നുള്ളതാണ്. ആ ഭണ്ഡാര അടുപ്പ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പാണ്ഡ്യരാജാവിൻ്റെ വധം, പാണ്ഡ്യരാജാവിൻ്റെ നാശം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കണ്ണകി ചരിത്രമാണല്ലോ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പൊങ്കാല എല്ലാം റെഡിയായി, എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടോ എല്ലാം റെഡിയായി. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പൊങ്കാല എല്ലാം ഇറക്കി നമ്മൾ നേദിക്കാനായിട്ട് ഒരുമിച്ച് നിരത്തി വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യുന്നത്. ഭയങ്കര റഷായിരിക്കും അമ്പലത്തിൽ. പക്ഷേ എന്നാലും ആ റഷൊന്നും നമ്മളെ ബാധിക്കത്തില്ല കേട്ടോ. ദേവിയെ വളരെ ഭംഗിയായിട്ട് നമുക്ക് തൊഴാൻ പറ്റും എന്നുള്ളതാണ് ഈ പൊങ്കാല ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആറ്റുകാൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നാണല്ലോ. അങ്ങനെ എന്താ പറയുക, ഓരോ വർഷം ചെല്ലും തോറും 10-15 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ആൾക്കാർ പൊങ്കാല ഇടുന്നത്. റോഡിലല്ല, മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ, എല്ലാ സ്ഥലത്തും, തിരുവനന്തപുരം സിറ്റി മുഴുക്കായിട്ടും മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇരുന്ന് ഇടാമല്ലോ നമുക്ക് ദേവിയെ മനസ്സിൽ വിചാരിച്ച്. ഇപ്പോൾ ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇടാം എന്നുള്ളതാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ തിരക്ക് കേട്ടോ. കണ്ടോ, ഇത്ര തിരക്കിൽ നമ്മൾ എത്ര ഇടിച്ചാലും ഭംഗിയായി തൊഴാൻ പറ്റും.
അപ്പോൾ അവിടെ നിന്നിട്ട് ഇന്നത്തെ ഈ പൊങ്കാല ദിവസം എന്ന് പറയുന്ന സെൽഫി ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പോലീസുകാർ അവിടെ നിന്ന് പറയുകയാണ്. അപ്പോൾ അനിയത്തി ഞാൻ പറഞ്ഞല്ലോ കസിൻ ഡോക്ടർ, അവൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവൾ തിരിഞ്ഞു നിൽക്കാതെ അവൾ പോകും കേട്ടോ. അവൾ ഭയങ്കര റൂളുകാരിയൊക്കെയാണ്. അപ്പം ഞാനൊക്കെ അവിടെ നിന്നിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തതാണിത് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചെത്തി. പൊങ്കാല കണ്ടോ, എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. നിവേദിക്കാനായിട്ട് ഇപ്പോൾ തന്നെ പോറ്റിമാർ വരും. അപ്പോൾ അതിനായിട്ട് കണ്ടോ കാത്തിരിക്കുവാണ്. അപ്പോൾ എല്ലാവരുടെ പൊങ്കാലയും നിവേദ്യം നടക്കുകയാണ് കണ്ടോ, തീർത്ഥം തെളിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പാണ്. അപ്പോൾ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ദാരിക വധത്തിനു ശേഷം സൗമ്യഭാവത്തിൽ വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിലും ഇവിടെയും ശ്രീപാർവതിയുടെ അവതാരമായ കണ്ണകയാണെന്ന് തന്നെയാണ് വിശ്വാസം. ഇതെന്താണെന്നറിയോ, ദേവിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് കുത്തിയോട്ട കുട്ടികളുണ്ടാവും. കുത്തിയോട്ട കുട്ടികളെ പറയുന്നത് ദേവിയുടെ ഭടന്മാരെന്നാണ് കേട്ടോ. ദേവിയുടെ ഭടന്മാരെന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നേരത്തെയുള്ള വീഡിയോയിൽ സ്റ്റോറി, ദാരുമതി എന്ന് പറയുന്ന ഒരു അസുര സ്ത്രീ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചിട്ട് ദാനവനും ദാരികനും 2 മക്കളുണ്ടായി. അതിൽ ദാരികനോട് അമ്മയുടെ നിർദ്ദേശപ്രകാരം ദാരികൻ ബ്രഹ്മാവിനെ വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും തന്നെ ആരാലും വധിക്കപ്പെടാൻ പാടില്ല, ഭൂലോകത്തും ദേവലോകത്തും ഉള്ളവരാരാലും വധിക്കപ്പെടാൻ പാടില്ല, മാത്രമല്ല ഒരായുധത്താലും വധിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ബ്രഹ്മാവ് ഒരു തുള്ളി രക്തം ദാരികൻ്റെ ഭൂമിയിൽ വീണാൽ 1000 ദാരികന്മാരുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള വരമാണ് ബ്രഹ്മാവ് കൊടുത്തത്. അപ്പോൾ അതിൽ കൂടെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ഒരു സ്ത്രീയാൽ വധിക്കപ്പെടും എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാരികൻ നാരദമുനിയെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭൂലോകത്തും ദേവലോകത്തും ഒക്കെയുള്ള സ്ത്രീകളോട് വളരെ ക്രൂരതയായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ദാരികൻ്റെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരും ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ലഭിക്കുകയും ചെയ്തു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിച്ചു, പറഞ്ഞു ഇതെല്ലാം. അപ്പോൾ ഭഗവാന്റെ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി ദേവി ഉണ്ടാവുകയും പ്രത്യക്ഷമാവുകയും ഭദ്രകാളി ദേവി വേതാളിയുടെ പുറത്തു പോയി, വേതാളത്തിൻ്റെ പുറത്തു പോയിട്ടാണ് ഈ ദാരിക വധം ചെയ്യുന്നത്. ദാരികനെ വേതാളിയുടെ വായിൽ വെച്ച് വലിച്ചു കീറിയാണ് ദേവി കൊന്നത്. അപ്പോൾ എന്താണ്, ഒരു തുള്ളി ബ്ലഡ് പോലും ഭൂമിയിൽ വീണില്ല. ഇതാണ് ദാരിക സങ്കല്പം കഥ. അപ്പോൾ ഇതിൻ്റെ ആഹ്ലാദ സൂചകമായിട്ടാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ്. ദേവിയുടെ ഭടന്മാരും എല്ലാവരുമായിട്ട് ദേവി അലങ്കാരപൂർവ്വം സന്തോഷഭരിതയായി തൻ്റെ പ്രജകളെ കാണാൻ ഇറങ്ങുന്നതാണ് ഈ പുറത്തെഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും സന്തോഷമല്ലേ, വർഷത്തിലൊരിക്കൽ ദേവി നമ്മളെ അടുത്ത് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളും എല്ലാവരും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദേവിയെ സ്വീകരിക്കാനായിട്ട് വിളക്ക് കത്തിച്ചു വെച്ച് താലത്തിൽ അവിൽ പൊരി, പഴം, പിന്നെ ദേവിക്ക് ഇടാനുള്ള ഹാരം ഇങ്ങനെയൊക്കെ വെച്ച് ഞങ്ങൾ കാത്തിരിക്കും. രാവിലെ ആവും, വെളുപ്പാൻ രാവിലെ ആവും ദേവി എത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ദാരിക വധത്തിൻ്റെ ഒരു ഫ്ലോട്ടാണ് കേട്ടോ. ധാരാളം ഫ്ലോട്ട്സും പിന്നെ കേരളീയ കലാരൂപങ്ങളും ഭഗവാന്മാരുടെയും പിന്നെ അനിമൽസിൻ്റെയും ഒക്കെ രൂപങ്ങളും അലങ്കാര രൂപേണ നൃത്തരൂപേണ ഈ അതായത് ദേവിക്ക് മുമ്പിലായിട്ട് ഈ കുത്തിയോട്ട് കുട്ടികളെ അകമ്പടി സേവിച്ചുകൊണ്ട് ഇതെല്ലാം കടന്നു പോകും കേട്ടോ. കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ദാരികവധത്തിൻ്റെ ഒരു ഇതാണ്, ഫ്ലോട്ടാണ് അത് കണ്ടത്. ഇത് ബാൻഡ് മേളം, എല്ലാത്തിൻ്റെ മുമ്പേയും ബാൻഡ്സ് ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഡാൻസാണ് കേട്ടോ.
ഇങ്ങനെയാണ് ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പൊങ്കാല ഇടുന്നത് തന്നെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് ആണ് മൺപാത്രത്തിൽ നമ്മൾ പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ എന്താണ് ദേവിയെ കുടിയിരുത്തുന്നതും ഇതായിരുന്നു. കാപ്പുകെട്ടി കാർത്തിക നാൾ കുടിയിരിപ്പായി ദേവി. അപ്പോൾ കണ്ണകി ചരിതമാണ് ഇവിടെ പാടി ദേവിയെ ഇരുത്തുന്നത് കേട്ടോ, ഭദ്രകാളി പാട്ടായിട്ട്. അപ്പോൾ അതിൽ കൊടുങ്ങല്ലൂരമ്മയെ എഴുന്നള്ളിച്ച് ആറ്റുകാലിൽ എത്തിക്കുന്നത് മുതൽ പാണ്ഡ്യരാജാവിൻ്റെ നിഗ്രഹം വരെയുള്ള ഭാഗങ്ങളാണ് അവർ പാടി തീർക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ നിഗ്രഹം കഴിയുമ്പോഴാണ് പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തുന്നത് കേട്ടോ. അപ്പോൾ അതുവരെയാണ് അവർ പാടി തീർക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഭദ്രകാളി സ്തുതികളും ഭദ്രകാളി പാട്ടുകളും ആണ് പാടുന്നത് അവിടെ. അത് ഞാൻ ഇപ്പോൾ ഒരുമിച്ച് ഈ വീഡിയോ ഇടാൻ പറ്റില്ല, ഇത് തന്നെ ഏകദേശം 30 മിനിറ്റ്സോളം ഉണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് 4 days ഉള്ള ഇതായിരുന്നു വിളക്ക് കെട്ടും എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിന് ശേഷമുള്ള വീഡിയോസ്, അതായത് ഇത് ആറ്റുകാൽ പൊങ്കാല ദിവസം മാത്രമുള്ള വീഡിയോ ആണ്, പൊങ്കാല ദിവസത്തെ മാത്രമുള്ള വീഡിയോ ആണിത്. അന്നത്തെ പൊങ്കാലയും രാത്രിയുള്ള ദേവിയുടെ എഴുന്നള്ളിപ്പും ദേവി തിരിച്ചു പോകുന്ന ഭാഗവുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ദിവസങ്ങളിലെ 8, 7, 6 ദിവസങ്ങളിലുള്ളത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അതിൽ പാട്ടും അവിടുത്തെ പ്രോഗ്രാംസും അലങ്കാരങ്ങളും ഒക്കെയാണ്. ഇത് നല്ലൊരു ഫ്ലോട്ടാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു വിശ്വരൂപമായിരിക്കും ഭഗവാന്റെ. അപ്പോൾ അതിങ്ങനെ പൊങ്ങിപ്പോയിട്ട് അത് താഴ്ന്നു വന്നിരിക്കുമ്പോൾ ആനന്ദനെ മാത്രം കാണാൻ പറ്റും. ഭഗവാന്റെ ഒരു രൂപവും അനന്തനും മാത്രം മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അടുത്ത് പോയി നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതാണ്, പക്ഷേങ്കിൽ അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് കുറച്ച് ദൂരെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. അടുത്തെങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ ഓടിപ്പോയി നോക്കിയനായിരുന്നു. ഭഗവാന്റെ വിശ്വരൂപമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കണ്ടിട്ട്. ഇത്രയാണ്, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് താഴ്ന്ന് ഇങ്ങനെ വരും, കണ്ടോ? വളരെ ഭംഗിയാണ് എല്ലാം. എത്ര ദിവസത്തെ എല്ലാവരുടെയും വർക്കായിരിക്കും എന്നറിയോ, ജോലി ആയിരിക്കും എന്നറിയോ, ക്രിയേറ്റിവിറ്റിയും. സൗമ്യഭാവത്തിൽ ഭദ്രകാളി ദേവി. ഭദ്ര എന്നാൽ ഐശ്വര്യം അല്ലേ? ഭദ്ര എന്നാൽ ഐശ്വര്യം, കാളി എന്നാൽ കാലദേവത, അതാണ്. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ദേവതയായി ദേവിയെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഇത് ദേവി വക കുത്തിയോട്ടമാണ് കേട്ടോ, കണ്ടോ? ഇത് ദേവി വക കുത്തിയോട്ടമാണ്. ദേവിയുടെ കൂടെ വരും അത്. ബാക്കിയുള്ളതെല്ലാം ഒരു 7 മണി കഴിയുമ്പോഴേ ഇവിടുന്ന് പാസ് ചെയ്ത് പോവും. ഇതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ സഹോദരൻ എന്ന് പറയുന്ന ഇതിവിടെ മണക്കാട് ഒരു ശാസ്താംകോവിലുണ്ട്. അവിടെ പോയി റെസ്റ്റ് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള എവിടേക്കുണ്ടോ അവിടെ എല്ലാ പ്രജകളെയും പോയി ദേവി കണ്ടിട്ടാണ്, എഴുന്നള്ളിച്ച് പോയിട്ടാണ് തിരിച്ചു മടങ്ങുക. നാളെ രാവിലെ ആയിരിക്കും തിരിച്ചു മടങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. തീവെട്ടി വരുന്നു, ദേവി വരാനായിട്ടുള്ള സമയമായി. ഇതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ദൂരെ നിന്ന് നോക്കുമ്പം ആനയുടെ ചെവി ഇങ്ങനെ ഇളകുന്നത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര കൗതുകവും ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റോഡിൻ്റെ ഇങ്ങോട്ട് മധ്യത്തിലോട്ട് ഇറങ്ങി നിന്ന് ഞാൻ ഇങ്ങനെ നോക്കും. ദൂരെ നിന്ന് ആനയുടെ ചെവി ഇങ്ങനെ ഇളകി നടന്ന് ദേവിയായിട്ട് കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്.
ഉണ്ടോ, ആനയുടെ ചെവി ആടി ആടി ദേവിയെ ഇങ്ങനെ വെച്ച് ആന പതുക്കെ പതുക്കെ മന്ദം മന്ദം ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട്, നമ്മുടെ വീട്ടിൻ്റെയൊക്കെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ താലം ഒക്കെ നിവേദിക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കും. അയ്യോ, അപ്പോൾ ദേവി നമ്മളടുത്ത് വരും. നമുക്ക് ഭയങ്കര സന്തോഷമാണത്. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പോയി കാണാൻ പറ്റാത്തവരെല്ലാം കണ്ടോളൂ ആറ്റുകാൽ ദേവിയെ. അതിനാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഒരുക്കി വയ്ക്കുന്നത്, വിളക്ക് കത്തിച്ച്. ഈ വീഡിയോസ് എല്ലാം എൻ്റെ കസിനൊക്കെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അവർക്ക് അത്ര ഇതായിട്ട് എടുക്കാൻ ഇങ്ങനത്തെയൊക്കെ അവർക്കറിയാം. അത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, മാല എടുത്ത് ദേവിക്കിടും, എന്നിട്ട് താലം ഇങ്ങനെ നിവേദിക്കും. എന്നിട്ട് തേങ്ങ ഉടച്ച് അതിനുള്ളിലാണ് കർപ്പൂരം വെച്ച് ആരതി കാണിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് തൊഴാൻ പറ്റാത്തവരാണെങ്കിൽ ആരതി കണ്ട് തൊഴുതോളൂ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയാണ്. അങ്ങനെ അത് പിള്ളേരെടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഫോണിങ്ങനെ എന്താണ് വെർട്ടിക്കലായിട്ട് വെച്ചിട്ടാണ് അവരെടുക്കുന്നത്, ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്രമാത്രം കിട്ടുന്നത്. അപ്പോൾ ദേവി അങ്ങനെ ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോയി. ഇനി നാളെ രാവിലെ തിരിച്ചു വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോഴും ഇതുപോലെ തന്നെയാണ്, അങ്ങോട്ട് പോയതുപോലെ കുട്ടിയോട്ട കുട്ടികളായിരിക്കും ആദ്യം വരിക. അത് കഴിഞ്ഞിട്ടാണ് ദേവിയുടെ എഴുന്നള്ളത്ത്. രാവിലെ ആയി. തിരിച്ചു വരുന്ന ഒരു സമയം ഇതാ വെടി. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് 7:30 മണി മുതൽ 9 മണി വരെ രാഹുകാലം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ദേവി ശാസ്താംകോലിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതാണ് കുറച്ച് വൈകി ഇന്ന് വരാനായിട്ട്. ചടങ്ങ് തീർന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് അരിത്ത് ഒഴിച്ച് സദ്യ കൊടുക്കണം. നിങ്ങൾ മോന് വേണ്ടിയിട്ട് കുത്തിയോട്ടം, മോന് വേണ്ടിയിട്ട് നേർച്ചയാണ് കുത്തിയോട്ടം. നേർച്ചയുടെ ഭാഗമായിട്ടാണ് കുത്തിയോട്ടം അല്ലേ. ഇവരെനിക്ക് അറിയാവുന്നവരാണ്. അപ്പോൾ കുത്തിയൂട്ട പയ്യൻ്റെ കണ്ടോ, കുട്ടിയുടെ സൈഡിൽ എങ്ങനെയാണ് കുത്തിയിരിക്കുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കുത്തിയോട്ട കുട്ടികൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി അരത്തമുഴിഞ്ഞ് കയറ്റി സദ്യ കൊടുക്കണം എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ ഇതാണ് അവർ നേർച്ചയുടെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം പോയ ആ ലോറി കണ്ടോ നിങ്ങൾ, റോഡ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ദേവി വരാനുള്ള ടൈമായി. അപ്പോൾ അതിൻ്റെ ആരവവും ബാൻഡ് മേളവും ചെണ്ടമേളവും ഒക്കെയാണ് നിങ്ങൾ, തൈലുമേളവും ഒക്കെയാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദേവി തിരിച്ച് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര ചടങ്ങുകളോടെ ഈ പ്രാവശ്യത്തെ 2024 ഉത്സവം സമാപിക്കും. ഇനി നമ്മൾ 2025 വരെ അടുത്തൊന്ന് ദേവിയെ കാണാനായി കാത്തിരിക്കണമല്ലോ. നമ്മുടെ വീട്ടിൻ്റെ പടിക്കൽ വരുമ്പോൾ ഒന്ന് കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കണമല്ലോ എന്നുള്ള വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.
പൊങ്കാല ദിവസത്തെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്.